വീഡിയോ ആണ്. ഞാൻ ഇതുവഴിക്ക് പോയപ്പോഴും ഇവിടെ ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് AS തട്ടുകട കേട്ടോ, ഉഴമലയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് AS തട്ടുകടയുടെ ഫ്രണ്ടിലാണ്. വെറൈറ്റിയായ കുറേ പലഹാരം ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ട ഒരറിവ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കടയുടെ മുന്നിലോട്ട് പോവുകയാണ്. ഇവിടെ എത്ര ഐറ്റം പലഹാരം ഉണ്ട്, എന്തൊക്കെയാണെന്ന് വിശേഷങ്ങൾ നമുക്ക് അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ പിന്നെ കണ്ടോ പലഹാരത്തിന്റെ ശേഖരണങ്ങൾ കണ്ടോ, 10-12 ഐറ്റം ഉണ്ട് കേട്ടോ പലഹാരം. എന്തായാലും ബോണ്ടയുണ്ട്, മുളക് ബജിയുണ്ട്, നമ്മുടെ നെയ്യപ്പം ഉണ്ട്, വാഴയ്ക്ക ബജിയുണ്ട്. ഇതൊന്ന് പേര് മോദകം കേട്ടോ. എനിക്ക് എപ്പോഴും മറക്കുന്നത് ഒന്ന് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്, പക്ഷെ പേര് മറക്കുന്നത്. പരിപ്പ് വടയുണ്ട്, മുട്ട ബജിയുണ്ട്, വാഴയ്ക്കപ്പം ഉണ്ട് കേട്ടോ. ഇന്നത്തെ കണ്ടോ. ഇനി അലവാങ്ങതാ വറുത്ത് കോരിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അലവാങ്ങാണ് നമ്മുടെ ഇവിടെ ഈ ദേശത്തിലെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു സാധനമാണ് കണ്ടോ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു അങ്കിൾ കേട്ടോ. അലവാങ്ങിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അലവാങ്ങ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ അങ്കിളിനോട് ഞാൻ ചോദിക്കാൻ പോകാം, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇടുന്നത്? മുളക് പൊടി, മസാല അല്ലേ, മുളക് പൊടി, മസാല, കപ്പലണ്ടി. കപ്പലണ്ടി ഓക്കെ. തേങ്ങ വറുത്തിടും അല്ലേ. കരിവേപ്പില, പച്ചമുളക് ഉണ്ടോ? അപ്പം തേങ്ങ വറുത്ത് കോരിയത്, കറിവേപ്പില, മസാല, മുളക് പൊടി, വറ്റൽമുളക്, ഇഞ്ചി, വറ്റൽമുളക്, പച്ചമുളക് അല്ലേ. നമ്മുടെ ഈ മാവ് ഏത് മാവ്? ഗോതമ്പ് മാവ്. അപ്പം എനിക്കിത് ഒന്ന് പറയാനുള്ളത് എന്താണെന്നറിയോ, ഷുഗറുകാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫുഡ് തന്നെ കേട്ടോ ഈ അലവാങ്ങ് അല്ലേ. ഷുഗറുകാർക്കൊക്കെ അല്ലേ, ഗോതമ്പിലുള്ളത്, വലിയ എണ്ണ പിടിക്കത്തില്ല, വെറൈറ്റി ഫുഡ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ അലവാങ്ങ് എന്നേ ഞാൻ പറയില്ല കേട്ടോ. അപ്പം എന്തായാലും വറുത്ത് പോരാറായിട്ടുണ്ടോ? അപ്പം നല്ലൊരു ചായയും ചൂട് അലവാങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നെ നിങ്ങൾ ആരും കളിയാക്കരുത്, എപ്പോഴും നോക്കിയാലും അലവാങ്ങാണോ നിനക്ക് ഇഷ്ടം? എനിക്കിഷ്ടമാണ് കേട്ടോ. ഒന്നും ഇത് വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കൽ കഴിച്ച് പിന്നെ വീണ്ടും കഴിക്കാൻ നോക്കും. അങ്ങനെ ഒരു എന്താ പറയുക പലഹാരമാണ് ഈ അലവാങ്ങ്. അപ്പം ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവിടുത്തെ എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ. ചായയും പലഹാരവും 5 മണി ടൈം ആയിട്ടുണ്ട് അല്ലേ. ആയിരുന്നോ കഴിക്കാൻ? അലവാങ്ക് ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്. അതെല്ലാം ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നിലും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അലവാങ്ക് ടേസ്റ്റ് ചെയ്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മുട്ട ബജ്ജി കണ്ടോ, ഒരു മുട്ടയാണ് കേട്ടോ. ഒരു മുട്ട ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാ. മോദകം കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താണെന്ന് കണ്ടോ. എല്ലാ പലഹാരവും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ നെയ്യപ്പം, നല്ല മൊരിഞ്ഞ നെയ്യപ്പം കേട്ടോ. നിങ്ങൾക്ക് ഇതിലേത് പലഹാരമാണ് ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. നെയ്യപ്പം അടിപൊളിയാണ്. ബജ്ജി കേട്ടോ, മുളക് ബജ്ജിയാണ്. നല്ല അടിപൊളി സൂപ്പർ പലഹാരമാണ് കേട്ടോ. പരിപ്പ് വടയും നല്ല ചായയും ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? വെറൈറ്റി ഫുഡല്ലേ പരിപ്പ് വട. നല്ലതെന്ത് മൊരിഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിപ്പ് വടയും ചൂട് ചായ. എങ്ങനെയുണ്ട്? ചായ കുടിക്കാൻ വീണ്ടും നിങ്ങളെല്ലാവരെയും, എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. എനിക്ക് വെറൈറ്റി ആയിട്ട് ഈ കട തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. ഇവിടുത്തെ പലഹാരത്തിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല വൃത്തിയും വെടുപ്പുണ്ട്, അതിലുപരി എല്ലാ ടേസ്റ്റും ഉണ്ട് കേട്ടോ. പലഹാരത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനൊരു ചായയും പലഹാരമൊക്കെ വടയും കഴിച്ചിട്ട് ഈ കടയോട് വിട പറയുകയാണ്.
അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അഭിപ്രായം പറയുന്നത്. അടിപൊളി പലഹാരം കേട്ടോ, പറയാണ്ടിരിക്കാമേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് ഇവിടുത്തെ സ്ഥല വിവരണങ്ങളും എത്ര വർഷമായി ഈ കട തുടങ്ങിയിട്ട് എന്നുള്ള വിവരണം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവേ. ചേട്ടാ, ഒരുപാട് വർഷമായോ ഇത്? കാരനാട് ജംഗ്ഷനിൽ 2 വർഷം കൊണ്ടുണ്ടായിരുന്നു. ആര്യനാട് ജംഗ്ഷൻ, കാരനാട്. ഓക്കെ, 2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ മഞ്ചമ്മൂല ബിരിയാണി കടയിലടുത്ത് 2 മാസം കൊണ്ട്. ഇവിടെ മഞ്ചമ്മൂല അപ്പൊ നമ്മുടെ മഞ്ചമ്മൂല ബിരിയാണി കടയിലെ മഞ്ചമ്മൂല ബിരിയാണി കട കേട്ടോ. ഇവിടെ ഒരു ബിരിയാണി കടയുണ്ട് കേട്ടോ, 79 രൂപയുടേതാണ്. ഇതേ ബിരിയാണി 79 രൂപ. നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കിട്ടും, പക്ഷേ റേറ്റ് കുറവാണ്, 79 രൂപയാണ്. അപ്പൊ ഇത് വീണ്ടും വീണ്ടും നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ, അതും കൂടെ പറഞ്ഞു പോവുകയാണ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നിങ്ങളുടെ പലഹാര ഐറ്റങ്ങളെല്ലാം അടിപൊളിയാണ്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വരാം കേട്ടോ. ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ കയറാം. അപ്പോൾ ഇതുവഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കടയിൽ കയറുക, നല്ല ചൂട് പലഹാരവും ചായയൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കടയോട് വിട പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മൂരി ചേട്ടൻ വരുന്നുണ്ടോ?